ദാ ഈ ഒരു റീല് കണ്ടു നോക്കൂ. ഈ കാണുന്ന റീൽ ഇൻസ്പയർ ചെയ്തിട്ട് ഞാൻ ചെയ്ത റീലായിരുന്നു അത്. സോ അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത്. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ആ ഒരു എഡിറ്റ് ഞാൻ ചെയ്യാൻ വേണ്ടി ഞാൻ Capcut ആണ് യൂസ് ചെയ്യുന്നത്. സോ അതിന് മുമ്പ് ഞാൻ ആദ്യം തന്നെ ആ ഒരു റീലിനകത്തുള്ള ആ ഒരു എയർ ഡ്രോപ്പ് വരുന്നൊരു ഭാഗം ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഐഫോൺ വെച്ചിട്ട് എയർ ഡ്രോപ്പ് ചെയ്യുന്നുള്ള ആ ഒരു മെസ്സേജ് സ്ക്രീൻ റെക്കോർഡ് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അതിനുശേഷം രണ്ടാമതായിട്ട് ഞാൻ യൂട്യൂബിനകത്ത് പോയിട്ട് എയർ ഡ്രോപ്പിൻ്റെ ഒരു സൗണ്ട് എഫക്റ്റ് ഫസ്റ്റ് കാണുന്ന ആ ഒരു വീഡിയോ ഞാൻ ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ്. സോ ഈ രണ്ട് കാര്യം ചെയ്തതിന് ശേഷം ഞാൻ Capcut എഡിറ്റ് ചെയ്യാൻ പോവാണ്. സോ ആദ്യം പറഞ്ഞാൽ ആഡ് ചെയ്യുന്ന ലെറ്റ്സ് ഗോ. ഞാനിവിടെ രണ്ട് വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ രണ്ടോ അതില്ലെങ്കിൽ അതിൻ്റെ കൂടുതലുള്ള വീഡിയോ നിങ്ങൾ ആഡ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഈ ഒരു വീഡിയോയുടെ ഈ ഒരു പാട്ടിൽ നിന്ന് ഒരു എയർ ഡ്രോപ്പിൻ്റെ ഒരു മെസ്സേജ് വരും, എന്നിട്ട് ഒരു ട്രാൻസിഷൻ പോലെ അടുത്ത വീഡിയോൻ്റെ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ഈ രണ്ട് വീഡിയോ നിങ്ങൾക്ക് വേണ്ട പാട്ട് മാത്രം മാറ്റിയിട്ട് ബാക്കി കട്ട് ചെയ്തെടുക്കുക. ഈ ഫസ്റ്റ് വീഡിയോൻ്റെ ലാസ്റ്റ് പാട്ട് അതിന് വേണ്ടി നിങ്ങൾ കുറച്ചിങ്ങോട്ട് നീക്കിയിട്ട് ഇവിടെ ഫസ്റ്റ് വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് പാട്ട് വരുന്നതാണ്. എന്നിട്ട് നിങ്ങൾ അടിയിലോട്ടേക്ക് പോയിട്ട് ഇവിടെ നിങ്ങൾക്ക് ഫ്രീസ് ഓപ്ഷൻ കാണും, അത് ഞെക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഭാഗം ഫോട്ടോ ആയിട്ട് ഫ്രീസ് ചെയ്ത് കിട്ടുന്നതാണ്. ഓക്കെ, എന്നിട്ട് ആഡ് ഓടി ഞെക്കിയിട്ട് സൗണ്ട്സിനകത്ത് പോയിട്ട് നമ്മൾ എയർ ഡ്രോപ്പിൻ്റെ ആ ഒരു സൗണ്ട് എഫക്റ്റ് ഉണ്ടല്ലോ അത് നിങ്ങൾ ആഡ് ചെയ്യാം. നിങ്ങൾ യൂട്യൂബ് വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് എക്സ്ട്രാക്ട് ചെയ്യുക സൗണ്ടായിട്ട്, അല്ലെങ്കിൽ ഫ്രം ഡിവൈസ് ആക്കിയിട്ട് ആ എയർ ഡ്രോപ്പിൻ്റെ ആ ഒരു സൗണ്ട് എഫക്റ്റ് ഇവിടെ ആഡ് ചെയ്യാം. അതിനുശേഷം ഓവർലൈനകത്ത് പോയിട്ട് ആഡ് ഓവർലൈൻ ഞെക്കിയിട്ട് നിങ്ങൾ ആ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത വീഡിയോ ഉണ്ടല്ലോ എയർ ഡ്രോപ്പിൻ്റെ അത് നിങ്ങൾ ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം കറക്റ്റ് എയർ ഡ്രോപ്പ് കറക്റ്റ് ക്ലിയറായിട്ട് കാണുന്ന ഒരു പാർട്ട് എടുത്തിട്ട് നിങ്ങളവിടെ സ്പ്ലിറ്റ് വെക്കുക. അതിന് ശേഷം എയർ ഡ്രോപ്പ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ക്ലിക്ക് ചെയ്യുന്ന ബട്ടൺ ഉണ്ടല്ലോ, ആ ക്ലിക്ക് ചെയ്ത പാട് ഉള്ള ആ ഒരു ഭാഗം ഇവിടുന്ന് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യാം. എന്നിട്ട് അതും ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് അതിന് മുമ്പുള്ള ഭാഗവും ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ഫ്രീസ് ചെയ്ത ഭാഗത്ത് കറക്റ്റ് വരുന്ന രീതിയിൽ നിങ്ങൾ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ വീഡിയോ ലെയർ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ മാസ്ക് ഓപ്ഷൻ ഞെക്കുക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞിട്ട് കാണും, അത് നിങ്ങളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക വേണ്ട രീതിയിൽ. എന്നിട്ട് ഈ സൈഡിൽ കേവ് ഉണ്ടല്ലോ, ഈ ഒരു പാട്ട് ഞെക്കി ഇങ്ങനെ കർവായിട്ട് വരുന്നതാണ്, അഡ്ജസ്റ്റ് ഒരു കോർണർ പോലെ കണ്ടില്ല. ഇതിൽ നിങ്ങൾ കറക്റ്റ് വരുന്ന രീതിയിൽ പൊസിഷൻ ചെയ്യാം. ഇപ്പോൾ ഏകദേശം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ അവസാനം ഞെക്കിയിട്ട് മുകളിലത്തെ ആ ഒരു ലെയർ ക്ലിക്ക് ചെയ്ത് സ്പ്ലിറ്റ് ആക്കിയിട്ട് അതങ്ങ് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഈ രീതിയിൽ വരുന്നതാണ്. അതിനുശേഷം സെക്കൻഡ് വീഡിയോൻ്റെ തുടക്കം ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഫ്രീസ് വെക്കുക. എന്നിട്ട് ഓവർലേ എന്നുള്ള ഓപ്ഷൻ വെക്കുക. അപ്പോൾ താഴെ ഓവർലേ ആയിട്ട് വരും. എന്നിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ കറക്റ്റ് വരുന്ന രീതിയിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക. എയർ ഡ്രോപ്പിൻ്റെ ഭാഗം കറക്റ്റ് വരുന്ന രീതിയിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, അതിനുശേഷം അത് ലെയർ 2ലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ സൂം ഔട്ട് ചെയ്യുക. എന്നിട്ട് ടിക്ക് കൊടുക്കുക. എന്നിട്ട് ഒപ്പാസിറ്റിനകത്ത് പോയിട്ട് ഒപ്പാസിറ്റി കുറച്ചിട്ട് എയർ ഡ്രോപ്പിൻ്റെ അവിടെ നമ്മൾ ഈ ഒരു പിക്ചർ വെക്കുകയാണ്. അപ്പോൾ പിക്ചർ എങ്ങനെ വരണം നിങ്ങൾ ഒപ്പാസിറ്റി കുറച്ചിട്ട് കറക്റ്റ് വരുന്ന രീതിയിൽ ആക്കിയെടുക്കുക. അതിനുശേഷം ഒപ്പാസിറ്റി ഒന്ന് കൂട്ടി കൊടുക്കുക. എന്നിട്ട് ടിക്ക് കൊടുക്കുക. എന്നിട്ട് മാസ്കിനകത്ത് പോയിട്ട് റെക്റ്റാങ്കിൾ വെക്കുക. എന്നിട്ടിങ്ങനെ ഇതിൻ്റെ നടുവിലായിട്ട് വെച്ചിട്ട് ഇങ്ങോട്ടിങ്ങനെ ആയി കൊടുക്കുക. എന്നിട്ട് താഴോട്ട് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് വരുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഫസ്റ്റത്തെ ഭാഗം വരുന്ന രീതിയിൽ വെച്ചിട്ട് നിങ്ങൾ ബാക്ക് അടിച്ചിട്ട് ഇഫക്ട്സിനകത്ത് പോയി വീഡിയോ ബ്ലർ പോയിട്ട് നിങ്ങൾ ബ്ലർ ആഡ് ചെയ്യുക, നോർമൽ ബ്ലർ ആഡ് ചെയ്യാം. അപ്പോൾ ആ ബ്ലർ ലെയർ സെക്കൻഡ് വീഡിയോൻ്റെ കറക്റ്റ് ഡ്യൂറേഷൻ വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ഒന്ന് പ്ലേ ചെയ്തിട്ട് ഓഡിയോയിൽ എയർപോഡിൻ്റെ ആ ഒരു ഭാഗം എൻഡ് ചെയ്യുന്ന ഭാഗത്ത്, ആ സൗണ്ട് എൻഡ് ചെയ്യുന്ന ഭാഗത്ത് നിങ്ങൾ അവിടെ ഒരു കീ ഫ്രെയിം വെക്കുക. അതിനുശേഷം പിന്നെ നിങ്ങൾ സെക്കൻഡ് വീഡിയോൻ്റെ ആ ഒരു ലെയർ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് ആ ബ്ലർ ലെയർ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ അവിടെ നിങ്ങൾ ബ്ലർ ഒന്ന് കുറച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ബ്ലർ ഇങ്ങനെ മെല്ലെ കൂടുന്ന രീതിയിൽ ആനിമേഷൻ വരും. എന്നിട്ട് ഈ സെക്കൻഡ് കീ ഫ്രെയിം ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക് അടിച്ചിട്ട് നിങ്ങൾ അതേപോലെ ആ ഓവർലൈനകത്തും കീ ഫ്രെയിം ആഡ് ചെയ്യുക. ആ താഴത്തെ ഓവർലൈനിലും കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ തുടക്കത്തിലും നിങ്ങളൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സൂം ഔട്ട് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് സൂം ഔട്ട് ചെയ്തു, അതുപോലെ തന്നെ ഇത് ഒന്ന് അതനുസരിച്ച് കറക്റ്റ് വരുന്ന രീതിയിൽ ഒന്ന് സൂം ഔട്ട് ചെയ്ത് കൊടുക്കുക.
അഥവാ സൂം ഔട്ട് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബേസിക് കാണാം, അല്ലെങ്കിൽ നിങ്ങൾ മാനുവലി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എഫക്റ്റ് വരുന്നതാണ്. അതിനുശേഷം 2 ലെയറും ക്ലിക്ക് ചെയ്തിട്ട് ഫെയ്ഡിന് ആനിമേഷൻ കൊടുക്കാം. ഒരു 0.5 വെച്ചിട്ട് 2ലും ഇങ്ങനെ ഫെയ്ഡിന് ആനിമേഷൻ ഇങ്ങനെ കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ തുടക്കത്തിൽ ഇങ്ങനെ വരുന്നതാണ്, ഒരു എയർഡ്രോപ്പിൻ്റെ മെസ്സേജ് വരുന്ന പോലെ. ഇനി അക്സെപ്റ്റ് കൊടുക്കുമ്പോൾ ഈ കാറിൻ്റെ കട്ട് ഔട്ട് ചെയ്തിട്ട് ഒരു ആനിമേഷൻ വരുന്നുണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും. ഇപ്പോൾ എന്ത് ചെയ്യുക, ഈ കാറിൻ്റെ ആ ഫസ്റ്റ് ഭാഗം നിങ്ങൾ ഫുൾ സ്ക്രീൻ വെച്ചിട്ട് ഇവിടെ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഇറേസർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തത് നിങ്ങൾ ഓവർലേ ആയിട്ട് ഓവർലേ ആഡ് ചെയ്തതിന് ശേഷം ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് വീഡിയോനനുസരിച്ച് ഓൾമോസ്റ്റ് വരുന്ന രീതിയിൽ ആക്കി കൊടുക്കുക. എന്നിട്ട് ഒപ്പാസിറ്റി ഫുള്ളാക്കി കൊടുക്കുക. അതിനുശേഷം അത് അടിയിലോട്ടേക്ക് ആക്കിയിട്ട് ആ സെക്കൻഡത്തെ വീഡിയോൻ്റെ അവിടെ വരുന്നതിൽ സ്പ്ലിറ്റ് ചെയ്യുക. എന്നിട്ട് അത് ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ലെയർ 1ലേക്ക് ആക്കുകയാണ്, ലെയർ 3ലേക്ക്. അതിനുശേഷം ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ഇട്ട് കൊടുക്കുകയാണ്, ലാസ്റ്റ് ഒരു കീ ഫ്രെയിം ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഫസ്റ്റ് കീ ഫ്രെയിമിൽ ഇങ്ങനെ സൂം ഔട്ട് ചെയ്തിട്ട് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചു തന്ന പോലെ ഇങ്ങനെ ആക്കിയെടുക്കുകയാണ്. എന്നിട്ട് കുറച്ചങ്ങോട്ട് നീക്കിയിട്ട് ഇവിടെ കീ ഫ്രെയിം ഒന്നും ഇടണ്ട, നിങ്ങളിങ്ങനെ കുറച്ചും കൂടി ഒന്ന് സൂം ഔട്ട് ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ചും കൂടി ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ സൂം ഔട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്കൊരു ഇതുപോലൊരു ആനിമേഷൻ കിട്ടുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെങ്തേഷൻ കൂടുതലായിരിക്കും, പറയുന്നത് കുറച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. സംഭവം നിങ്ങൾ ഒരു ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ ആ റീലിനകത്ത് എഡിറ്റ് ചെയ്തിട്ടുള്ളത് അലൈറ്റ് മോഷൻ ഉപയോഗിച്ചിട്ടാണ്. ഇതേ സെയിം ട്രിക്ക് തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടി ക്വാളിറ്റി എനിക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടി ഞാൻ അലൈറ്റ് മോഷൻ യൂസ് ചെയ്തതാണ്. സോ നിങ്ങൾക്ക് അതേ രീതി തന്നെയാണ് ഞാൻ ക്യാപ്കട്ടിനകത്ത് ഇപ്പോൾ പറഞ്ഞു തന്നതും. സോ ഇതുപോലെ കൂടുതൽ ട്രെൻഡിങ് റീൽസിനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഞാൻ ഇന്നത്തെ വീഡിയോയിലുള്ള വീഡിയോസ് ഇപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.